ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 17-ാമത് വാക്യം. നീതി കെട്ടവൻ്റെ അണപ്പല്ല് ഞാൻ തകർത്തു, അവൻ്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പിടിച്ചെടുത്തു എന്ന വാക്യമാണ്. ഇവിടെയും ഒരു ഭക്തൻ പറയുന്നത്, നീതി കെട്ടവനോടുള്ള എൻ്റെ മനോഭാവവും സാധുക്കളോടുള്ള എൻ്റെ മനോഭാവവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയണം. 12 മുതൽ 16 വരെ വാക്യത്തിൽ സാധുക്കളോടുള്ള ഭക്തൻ്റെ മനോഭാവം കരുണയും സഹതാപവും അനുതാപവും ഉള്ളതാണെങ്കിൽ, നീതി കെട്ടവനോടുള്ള മനോഭാവം വ്യത്യസ്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ അപ്പൻ മകനോട് പറയുന്നതായൊരു പ്രസ്താവനയാണ്. അത് ശൗൽ യോനാഥാനോട് പറയുന്ന വാക്കുകളാണ്. ഇശായിയുടെ മകനായിരിക്കുന്ന ദാവീദ് ജീവിച്ചിരിക്കും കാലത്ത് നിന്റെ രാജ്യത്വം ഉറയ്ക്കയില്ല, അതുകൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ നീ എന്നോടുകൂടെ നിൽക്കണമെന്ന് ശൗൽ യോനാഥാനോട് പറയുമ്പോൾ, തൻ്റെ ദുഷ്ടത, നീതി കെട്ട ചിന്ത മനസ്സിലാക്കിയിട്ട് യോനാഥാൻ അപ്പനോടുകൂടെ നിൽക്കുകയല്ല, അപ്പൻ്റെ നീതികെട്ട പ്രവൃത്തിയെ, നെറികെട്ട പ്രവൃത്തിയെ വളരെ കൃത്യമായ തലത്തിൽ എതിർക്കുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് യോനാഥാന് വേണ്ടിയാണെങ്കിൽ പോലും നീതികേടിൻ്റെ പ്രവൃത്തിയാണ് അപ്പൻ ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അപ്പനോട് എതിർത്ത് നിൽക്കുകയും ദാവീദിനോടുകൂടെ നിൽക്കുകയും ചെയ്യുന്ന യോനാഥാൻ്റെ മനസ്സ് നാം കാണണം. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 11 മുതൽ വാക്യത്തിനകത്ത് വായിക്കുമ്പോൾ, ദാവീദ് നീതികേട് പ്രവർത്തിച്ചു. ആ നീതികേട് മനസ്സിലാക്കിയ നാഥാൻ പ്രവാചകൻ വളരെ കൃത്യമായി തന്നോട് സംസാരിക്കുന്ന വാക്കുകൾക്കകത്ത് താൻ ചെയ്തതായ നീതികേടിനെക്കുറിച്ച്, താൻ അരുതാത്തത് പ്രവർത്തിച്ചതിനെക്കുറിച്ച് തന്നെ ബോധവാനാക്കുകയും തൻ്റെ ഈ പ്രവൃത്തിയിൽ, തൻ്റെ ഈ മനോഭാവത്തിൽ, തൻ്റെ ഈ നെറികെട്ട ജീവിതത്തിൽ ഞാൻ നിന്നോടുകൂടെ ഇല്ല, ദൈവം നിന്നെ വിട്ടുപോയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി നാഥാൻ ദാവീദിനെ ബോധ്യപ്പെടുത്തുന്നത് നാം കാണുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സാധുക്കളോടുള്ള നമ്മുടെ മനോഭാവവും നീതികെട്ടവരുള്ള നമ്മുടെ മനോഭാവവും തമ്മിലുള്ള വ്യത്യാസമാണ് ബോധ്യപ്പെടുത്തുന്നത്. നാം എങ്ങനെയാണ് ചെയ്യുന്നത്? പണമുള്ളവൻ, അധികാരമുള്ളവൻ, സ്ഥാനമാനങ്ങളുള്ളവൻ, നമുക്ക് പ്രയോജനമുള്ളവർ ഒക്കെ എന്തൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അവരോടൊപ്പം നിൽക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവം നമ്മോട് പറയുന്നതും എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദുഷ്ടനെ നീതീകരിക്കാൻ പോകരുത്, നിങ്ങൾ നീതിമാനെ കുറ്റം വിധിക്കാൻ പോകരുത്, അതിനല്ല ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് എന്ന് ഓർപ്പിച്ചുണർത്തുകയാണ്. ആകയാൽ നീതികെട്ടവരോടുള്ള നമ്മുടെ മനോഭാവം യോനാഥാനെ പോലെ
നാഥാൻ പ്രവാചകനെ പോലെ ആയിത്തീരുവാൻ ഉത്സാഹിക്കാം. അതിന് എൻ്റെ കേൾവിക്കര ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ ഞങ്ങൾക്ക് വസിപ്പാനും സാധുക്കളോട് നല്ല മനോഭാവം കാണിപ്പാനും നീതികെട്ടവരോട് അകന്നു നിൽപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങളതിന് സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.